ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ അവസ്ഥ വലിയ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും തമ്മിലടിയും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അതിക്രമങ്ങളും കാട്ടിപ്പോകുന്നൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടുകൊണ്ട് യു ഡി എഫ് കേരളത്തിൽ ഭരണത്തിൽ വരുമെന്ന് 100% ഉറപ്പ് വന്നതുകൊണ്ട് മാത്രം ഇതുപോലുള്ള അക്രമ ശക്തമായിട്ടുള്ള പ്രവണത വരെയും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. പലയിടത്തും നാഥനില്ല കപ്പൽ പോലെയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ അവസ്ഥ. ഇത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭരണത്തിൽ കയറിയിട്ടും യാതൊരു വിലയും അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ദിനംപ്രതി കാണുമ്പോഴത്തേക്കിൽ ജനങ്ങൾ വിലയിരുത്തുന്നത് ഒരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ നേതാക്കന്മാരുണ്ട്. ജനങ്ങൾ വിലയിരുത്തുന്നത് ഇവർക്ക് അധികാരം കൊടുത്താൽ ഇവരെങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള അന്തരീക്ഷം നമ്മൾ കണ്ടതാണ്. DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള ഒരു വഴക്ക്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നല്ല, ഒരു കാലത്തും ഇതുപോലുള്ള അഭിപ്രായ ഭിന്നതകളിലൂടെ സഞ്ചരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം നോക്കി നിൽക്കുന്ന മറ്റ് പാർട്ടികൾക്ക് അതൊരു മുതലെടുപ്പിന് കൂട്ടാകുമെന്നുള്ളതാണ് പറയാനുള്ളത്.